നല്ലൊരു പൊട്ടുരസം ഉണ്ടാക്കിയാലോ? ദി ഹങ്കർ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ 2 കാര്യങ്ങൾ ചെയ്യണം. 2 തക്കാളി നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് വേവിക്കാൻ പോവുകയാണ്. തൊലി കളഞ്ഞ തക്കാളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ രസത്തിന് ആവശ്യമായിട്ടുള്ള കോൽപ്പുളി നമ്മൾ വെള്ളത്തിൽ കുതിർത്തിടുകയാണ് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളും ആദ്യമേ തന്നെ ചെയ്തു വയ്ക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.25 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 5 വറ്റൽമുളക്, 1 ടീസ്പൂൺ ഉലുവ, പിന്നെ നമ്മൾ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മൾ കുറച്ച് കായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ കായ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പം നമ്മൾ തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് അടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്മുടെ മുഴുവൻ മസാലകളുണ്ടല്ലോ, അതായത് കുരുമുളക്, നല്ല ജീരകം, ഉലുവ, വറ്റൽമുളക്, ഇതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം. നിങ്ങൾ മുഴുവൻ മല്ലിയാണ് എടുക്കുന്നതെങ്കിൽ അതും ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതൊക്കെ ചൂടായി വന്നതിന് ശേഷം ഏറ്റവും അവസാനം നമ്മൾ മല്ലിപ്പൊടി ആയതുകൊണ്ട് മല്ലിപ്പൊടി തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം അതിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം അല്പം കായപ്പൊടിയും കൂടെ 1 ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറുമ്പോൾ പൊടിച്ചെടുക്കുക. ഇനി നമ്മളുടെ പുളിവെള്ളം നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് നമ്മൾ തക്കാളി അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും നമ്മളുടെ രസപ്പൊടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ട കെട്ടാതെ മിക്സ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് വീണ്ടും നല്ലോണം തിളപ്പിച്ചെടുക്കണം. ആ രസപ്പൊടിയുടെ ഫ്ലേവറൊക്കെ നമ്മളുടെ രസത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ചിടാം. ഇതിനെന്തുകൊണ്ട് പൊട്ടുരസം എന്ന് പറയുന്നതെന്നറിയോ? നമ്മൾ താളിച്ചിടുമ്പോൾ ഈ കടുകിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് ഉഴുന്ന് ചേർക്കും. അതുകൊണ്ടാണ് ഇതിന് പൊട്ടുരസം എന്ന് പറയുന്നത്. ഒരു ചെറിയ ഇരുമ്പ് ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. നന്നായി പൊട്ടി കഴിയുമ്പോൾ ഇത് രസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരമ്പരാഗതമായ രീതിയിലുള്ള പൊട്ടുരസം റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു.